രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് NSS. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തല യോഗ്യനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. സീനിയോറിറ്റി പരിഗണിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. UDF വിജയത്തിന് പിന്നാലെ മുൻ നിലപാടിൽ മരക്കം മറിയുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. UDF നേതാക്കളെ പ്രശംസിച്ചുകൊണ്ടാണ് പുതിയ പ്രതികരണം. യഥാർത്ഥ വിജയശില്പി KC വേണുഗോപാലാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ് ഇല്ലെന്ന് പറഞ്ഞില്ല. ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അല്ല, യോഗ്യനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാന്ന്. അതെന്തിനാ തിരിക്കുന്നത് നിങ്ങൾ? അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. മാത്രമല്ല, അദ്ദേഹത്തിന് കഴിവിനെയൊന്നും കുറച്ച് കാണുന്നില്ല. ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. അഖിൽ കെ ചേരുന്നു. ആദ്യം NSSന്റെ നിലപാട് നമുക്ക് ചോദിക്കാം. അഖിൽ, രമേശ് ചെന്നിത്തലയും NSSും തമ്മിലുള്ള ബന്ധം അറിയാം. ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി തന്നെയാണ് NSS നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് റോഷ്നി. കാരണം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ NSS ജനറൽ സെക്രട്ടറി മുറിയിൽ ഒപ്പത്തിനൊപ്പം ഇരിക്കുന്ന രമേശ് ചെന്നിത്തലയും ജനറൽ സെക്രട്ടറിയും ഇരിക്കുന്ന ഒരു പടം തന്നെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ മുറിയിലേക്ക് കയറി പോവുക. അദ്ദേഹത്തിന് NSS ജനറൽ സെക്രട്ടറിക്ക് രമേശ് ചെന്നിത്തലയോട് പ്രത്യേക അടുപ്പമുണ്ട്, പ്രത്യേക താല്പര്യമുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടില്ല, ആര് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറയുന്നു. അപ്പോഴും NSS ജനറൽ സെക്രട്ടറി പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് VD സതീശനോട് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ജനറൽ സെക്രട്ടറി VD സതീശനോട് താല്പര്യമില്ല എന്നാണ് കൃത്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് NSS ജനറൽ സെക്രട്ടറിക്ക് VD സതീശനോടുള്ള മുൻപുണ്ടായിരുന്ന നിലപാടിൽ യാതൊരു മാറ്റവും ഈ തെരഞ്ഞെടുപ്പ് വിജയ ശേഷവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് VD സതീശനോട് താല്പര്യമില്ല, രമേശ് ചെന്നിത്തലയോട് താല്പര്യമുണ്ട്. KC വേണുഗോപാലിന് പ്രത്യേക അതൃപ്തിയോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ ഇല്ല എന്നുള്ളത്. അതായത് KC വേണുഗോപാൽ ആയാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ചെന്നിത്തല ആവണം എന്നൊരു അഭിപ്രായം എന്തായാലും ജനറൽ സെക്രട്ടറിക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ അതിൽ ആവർത്തിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങൾ നൽകിയ തെരഞ്ഞെടുപ്പ്, ജനങ്ങൾ നൽകിയ വിധിയാണ്. അപ്പോൾ ജനങ്ങളുടെ ഹിതം മാനിക്കണം, സീനിയോറിറ്റി നോക്കണം എന്നുള്ള കാര്യമെന്ന് പറയുന്നത്. സീനിയോറിറ്റി എന്ന കാര്യത്തിൽ വാക്കുകൊണ്ട് കൃത്യമായി അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അത് രമേശ് ചെന്നിത്തല തന്നെയാണ്. അവിടെ VD സതീശൻ ഇല്ല എന്നുള്ളതാണ്. എങ്കിലും 3 പേരും യോഗ്യരാണ്, അത് അവരിൽ കുറവൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴും തന്റെ പഴയ നിലപാടിൽ VD സതീശന്റെ കാര്യത്തിലുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറയുന്നത് അതൊരു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് G. സുകുമാരൻ നായർക്ക് VD സതീശനോട് അത്തരം കാര്യങ്ങളിൽ ആ വിയോജിപ്പുകൾ അതിപ്പോഴും നിലനിൽക്കുന്നു. ഈ തിണ്ണനിരങ്ങൽ പ്രയോഗമായിരുന്നു എന്ന് ഏറ്റവും പ്രശ്നമായി വന്നിരുന്നത്. അതിൽ അദ്ദേഹം ഇനി മാപ്പ് പറയണമെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് മാപ്പ് പറയേണ്ട കാര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാപ്പ് പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ ഒരു പരസ്യ നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ പോലും പറയാതെ പറഞ്ഞു വെക്കുന്നത് കൃത്യമായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. എന്തായാലും അതിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഈ തീരുമാനമൊക്കെ വന്നു കഴിയട്ടെ, ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി കഴിയട്ടെ, കോൺഗ്രസ് ആദ്യം ഒരു തീരുമാനമെടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മുൻപ് നമുക്കറിയാം ഈ താക്കോൽ സ്ഥാനം എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഏറെ വിവാദങ്ങളിലേക്ക് പോയതാണ്. അത്തരം പ്രസ്താവന ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച് ഏറ്റവും അവസാനം പറയുന്നുണ്ട് തീരുമാനമൊക്കെ വരട്ടെ, അതിനുശേഷം വീണ്ടും പ്രതികരണം ഉണ്ടാകാം എന്നുള്ളത്. എന്തായാലും NSSന് താല്പര്യം, ജനറൽ സെക്രട്ടറിക്ക് താല്പര്യം അത് രമേശ് ചെന്നിത്തലയോട് തന്നെയാണെന്നാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം. റോഷ്നി. ശരി അഖിൽ.